കേരളത്തിൽ LDFനും UDFനും ലഭിക്കുന്ന വോട്ടുകൾ BJPയിലേക്ക് എത്തണം. നോട്ടീസ് നൽകി വോട്ട് ചോദിക്കുന്നത് കൊണ്ട് മാത്രം അത് സാധ്യമല്ല. ഇതിനായി നാം ഓരോ വീട്ടിലും എത്തി വീട്ടുകാരുമായി 10-15 മിനിറ്റ് സംസാരിക്കണമെന്നുള്ളത് അനിവാര്യമാണ്. കുടുംബാംഗങ്ങളോട് പൊതുവായ കാര്യങ്ങൾ സംസാരിക്കണം. ഈ സമയത്ത് ചോദിക്കുന്ന ചോദ്യങ്ങളിലൂടെ മോദി സർക്കാരിൽ നിന്ന് അവർക്ക് ലഭിച്ച നേട്ടങ്ങൾ ചോദിച്ചറിയണം. വോട്ടർമാർ മോദി നല്ലതാണെന്നും നന്ദി മോദി എന്നും പറയും. അപ്പോൾ നമ്മൾ നന്ദി മോദി മാത്രം പോരാ, ഇത്തവണ വോട്ട് മോദി കൂടി വേണമെന്ന് പറയണം. 2019 രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകുമെന്ന് മിക്കവരും വിശ്വസിച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ മോദി 3ാം തവണയും പ്രധാനമന്ത്രിയാകുമെന്ന് എല്ലാ മലയാളികളും വിശ്വസിക്കുന്നു. നിങ്ങളുടെ രാഷ്ട്രീയം നോക്കുകയോ മറ്റെന്തെങ്കിലും വിവേചനമോ മോദി സർക്കാർ ആനുകൂല്യങ്ങൾ നൽകുന്നതിൽ കാണിക്കാറില്ലെന്ന കാര്യം നിങ്ങൾ വിശദമാക്കണം. അതുകൊണ്ട് തന്നെ ഇത്തവണ മോദിക്ക് വോട്ട് ചെയ്യൽ പ്രധാനമാണെന്നറിയിക്കണം. നമുക്ക് കുറച്ച് ഉദാഹരണങ്ങൾ കാണാം. പ്രത്യേകം ഓർക്കുക, ഇത് വെറും ഉദാഹരണങ്ങൾ മാത്രമാണ്. ഇതിലും നന്നായി നിങ്ങൾക്ക് അവരുമായി സംസാരിക്കാൻ കഴിയുമെന്നും ഇത് കുടുംബങ്ങളുടെ ചിന്താഗതി മാറ്റുമെന്നും ഞങ്ങൾക്ക് ഉറപ്പാണ്. ഈ സംഭാഷണം ഓരോ കുടുംബത്തിലെയും വോട്ടിംഗ് രീതിയെ മാറ്റിമറിക്കുമെന്ന് ഉറച്ചു വിശ്വസിച്ച് ചെയ്യുക. എല്ലാ കുടുംബാംഗങ്ങളുമായി സംസാരിക്കണം. അവരോടെല്ലാം 1-2 ചോദ്യങ്ങൾ ചോദിക്കണം. നമസ്കാരം ചേട്ടാ. ആരിത്? ഹരിയോ? എന്താ വിശേഷം? കയറിയിരിക്കെ. ഞാൻ ചേട്ടന്റെ കുടുംബത്തിനുള്ള മോദിജിയുടെ ഒരു ആശംസയുമായി ഇറങ്ങിയതാ. ചേട്ടൻ എന്തായാലും ഒന്ന് വായിച്ചു നോക്കൂ. കൊള്ളാലോ, വായിക്കാം. മോന്റെ പേരെന്താ? അശ്വിൻ. എത്രയിലാ പഠിക്കുന്നേ? 3-ൽ. ആരാ മോന്റെ ഇഷ്ടപ്പെട്ട ടീച്ചർ? സിന്ധു ടീച്ചർ. അതെന്താ? ടീച്ചർ നല്ല കഥയൊക്കെ പറഞ്ഞു തരുമല്ലോ. മോന്റെ പേരെന്താ? അമൽ. എത്രയിലാ പഠിക്കുന്നേ? 8-ൽ. അമലിന് വലുതാകുമ്പോ ആരാകാനാണ് ആഗ്രഹം? എനിക്ക് പോലീസ് ആകണം. കൊള്ളാലോ. സ്പോർട്സ് ഒക്കെ ഇഷ്ടമാണോ? ക്രിക്കറ്റ് ഇഷ്ടാ. ആരാ ഫേവറേറ്റ് പ്ലെയർ? കോഹ്ലി. മോളിവിടെ ഉണ്ടായിരുന്നോ? കോളേജൊക്കെ എങ്ങനെ പോകുന്നു? കൊള്ളാം ചേട്ടാ, നന്നായി പോകുന്നുണ്ട്. ഏതാ വിഷയം എടുത്തിരിക്കുന്നേ? ഹിസ്റ്ററി. ഭാവി പരിപാടിയൊക്കെ എങ്ങനെ? PG എടുക്കണം. PhD മനസ്സിലുണ്ട്. ടീച്ചർ ആകാനാണ് ആഗ്രഹം. അത് കൊള്ളാം. മോള് നമ്മുടെ മോദിയുടെ ഭരണത്തിന് എത്ര റേറ്റിംഗ് കൊടുക്കും? ഞാനൊരു 10-ൽ 9 കൊടുക്കും. അതെന്താ കാരണം? ഭരണം അടിപൊളിയല്ലേ? സ്ത്രീ ശാക്തീകരണം ഇത്രയധികം നടപ്പിലാക്കിയ മറ്റൊരു നേതാവുണ്ടോ? ഇത് ഹരിയോ? ചേച്ചി അടുക്കളയിൽ തിരക്കിലായിരിക്കും അല്ലേ? ഉച്ചയ്ക്കുള്ള ഓരോന്നിങ്ങനെ റെഡിയാകുന്നു. റേഷനരിയൊക്കെ മുടങ്ങാതെ കിട്ടുന്നില്ലേ? ഉണ്ട് മോനെ, പൈസ കൊടുത്തിപ്പോൾ അരി വാങ്ങാറേ ഇല്ല. അതെ, കോവിഡ് തുടങ്ങിയപ്പോൾ ആരംഭിച്ച സൗജന്യ റേഷൻ 40 മാസമായി കൊടുത്തോണ്ടിരിക്കുക. ഇവിടെ എത്ര കിട്ടുന്നുണ്ട്? ആൾക്ക് 5 കിലോ വെച്ച് കിട്ടുന്നുണ്ട്. ചേച്ചി ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. ഒരു വീട്ടിൽ ഒരാൾക്ക് ഇതിനോടകം 200 കിലോ അരി കിട്ടിക്കാണും. 5 പേരുള്ള കുടുംബത്തിന് 1000 കിലോ. ശരിയാണല്ലോ. ഇത്രയധികം അരി നമുക്ക് സൗജന്യമായി തന്ന മോദി അപ്പൊ നല്ല പ്രധാനമന്ത്രിയല്ലേ? അതിലെന്താ സംശയം? മോദി നല്ല പ്രധാനമന്ത്രിയാണ്. ചേച്ചിക്ക് കഴിഞ്ഞ വർഷമല്ലേ ഫ്രീ ഗ്യാസ് കണക്ഷൻ കിട്ടിയത്? അതെ, മോദി സർക്കാരിന്റെ ഉജ്ജ്വല സ്കീം വഴിയാ ഗ്യാസ് കണക്ഷൻ കിട്ടിയത്. അപ്പൊ സബ്സിഡിയും കിട്ടുന്നുണ്ടാവുമല്ലോ? ഉണ്ട് മോനെ, 300 രൂപ സബ്സിഡി കിട്ടുന്നുണ്ട്. ചേച്ചി, ഇപ്പോൾ വെള്ളത്തിന് ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ അല്ലേ? ഇല്ല മോനെ, ഇവിടെ പൈപ്പ് കണക്ഷൻ വന്നല്ലോ, വലിയൊരു ആശ്വാസമായി അത്. മോദി സർക്കാരിന്റെ ജൽജീവൻ മിഷനിലൂടെയാണ് നമ്മുടെ ഈ ഭാഗത്തുള്ള വീടുകളിലെല്ലാം വെള്ളം എത്തിച്ചത്. കുടിക്കാനുള്ള വെള്ളം നേരാവണ്ണം കിട്ടിയാൽ തന്നെ വീട്ടിലെ പെണ്ണുങ്ങളുടെ പകുതി പ്രശ്നം തീർന്നു. അല്ല കുമാരൻ ചേട്ടാ, കൃഷിയൊക്കെ എങ്ങനെ പോകുന്നു? തരക്കേടില്ല. കഴിഞ്ഞ വിളവൊക്കെ നന്നായിരുന്നു. ചേട്ടന് PM കിസാൻ സമ്മാൻ നിധിയിലൂടെ 6000 രൂപ കിട്ടുന്നില്ലേ? അതുണ്ട്. ആ കാട് വെട്ടുന്ന മെഷീനും പിന്നെ കുറച്ച് കൈക്കോട്ടും എല്ലാം വാങ്ങിയത് അതുകൊണ്ടല്ലേ. ചേട്ടൻ ഇപ്പൊ എത്ര രൂപ കിട്ടിക്കാണുമെന്ന് ആലോചിച്ചിട്ടുണ്ടോ? അതിപ്പോ കണക്ക് കൂട്ടി നോക്കണം. 5 വർഷമായി കിട്ടുന്നില്ലേ? അതുണ്ട്. അതായത് ഇതുവരെ കിട്ടിയതെല്ലാം കൂട്ടുമ്പോ 32,000 രൂപ. അത് ശരിയാണല്ലോ, 32,000 രൂപ കിട്ടിയല്ലേ? ഒന്ന് ആലോചിച്ചു നോക്കൂ ചേട്ടാ. ലോണായൊന്നുമല്ല, 32,000 രൂപ സൗജന്യമായി തരികയായിരുന്നു മോദിജി. എന്നെ പോലുള്ള കർഷകർക്ക് എന്തായാലും അത് ഉപകാരപ്പെട്ടു. ചേട്ടൻ എന്തോ ചെറിയ ബിസിനസ് തുടങ്ങണമെന്ന് പറഞ്ഞിരുന്നല്ലോ? ഉണ്ട് മോനെ, ഒരു ലോൺ തരപ്പെടുത്തണം. ഈട് വേണമെന്നൊക്കെ പറയുമ്പോൾ ലോൺ എടുക്കാൻ ഒരു പേടിയാ. അതിനല്ലേ ചേട്ടാ പ്രധാനമന്ത്രി മുദ്ര യോജന 10 ലക്ഷം രൂപ വരെയല്ലേ ഈടില്ലാതെ വായ്പ നൽകുന്നത്? അത് കൊള്ളാലോ. അത് മാത്രമോ ചേട്ടാ, ഇന്ന് എന്ത് സർക്കാർ ആനുകൂല്യമാണെങ്കിലും നേരിട്ട് ആളുകൾക്ക് കിട്ടുകയല്ലേ? അത് ശരിയാണല്ലോ. പണ്ട് സർക്കാർ എന്തെങ്കിലും തന്നാൽ അതിലെ വലിയ പങ്കും ഇടനിലക്കാർ കൈക്കലാക്കുമായിരുന്നു.
ഇന്ന് പക്ഷേ DBT വഴി ബാങ്ക് അക്കൗണ്ടിൽ പൈസ എത്തും. കിസാൻ സമ്മാൻ നിധിയും മറ്റ് സബ്സിഡികളും ഒരു ഉറുപ്പിക കുറയാതെ എന്റെ ജൻധൻ അക്കൗണ്ടിൽ എത്തുന്നുണ്ട്. ആട്ടെ, നിങ്ങൾക്കൊക്കെ മോദിയോട് എന്തെങ്കിലും പറയാനുണ്ടോ? അദ്ദേഹം കുറെ കാര്യങ്ങൾ ഞങ്ങൾക്കായി ചെയ്യുന്നുണ്ട്. മോദി നല്ലതാ. അദ്ദേഹത്തോട് ഞങ്ങൾക്കെല്ലാം നന്ദിയുമുണ്ട്. മോദി എല്ലാവർക്കും ആനുകൂല്യം നൽകുന്നു. വോട്ട് അദ്ദേഹത്തിനാണോ നൽകിയത് എന്ന് അദ്ദേഹം നോക്കാറില്ല. അതുകൊണ്ട് ഇത്തവണ നന്ദി മോദി, നല്ല മോദി എന്ന് മാത്രം പോരാ, വോട്ട് മോദി കൂടി വേണം. തീർച്ചയായും ഇത്തവണ ഞങ്ങളുടെ വോട്ട് മോദിക്ക് തന്നെ. നിങ്ങൾ കണ്ടത് ഒരു ഉദാഹരണ വീഡിയോ ആണ്. ഇത്തരത്തിൽ മോദിയുടെ ഗ്യാരണ്ടി എല്ലാ വീടുകളിലും നമുക്ക് എത്തിക്കാം. ഓരോ വോട്ടും നമുക്ക് അനുകൂലമാക്കാം. എല്ലാ കാര്യകർത്താക്കൾക്കും എൻ്റെ ആശംസകൾ.